സമരാഗ്നി ഇന്നിവിടെ അവസാനിക്കുകയാണ്. പക്ഷെ സമരാഗ്നിയിൽ ഒരു തീപ്പന്തം ഞങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ അതെയല്ലോ, നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സമരാഗ്നി വഴി സുധാകർജി എത്തിച്ച തീപ്പന്തം നിങ്ങൾ ഇത്ര വേഗത്തിൽ മറന്നു? ദേ ഇപ്പൊ ഒരു നോക്കേ. എന്നാൽ സുധാകർജിക്ക് എന്നും ഇതാണല്ലോ അവസ്ഥ. വേദിയിലെ വിശിഷ്ട നേതാക്കന്മാർ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിന് ഞാനില്ല, കളം കാലിയായി. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ രണ്ടാൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാണ്. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? ഇതൊരു പാർട്ടിയല്ലേ, ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. സമരാഗ്നി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് ഓർമ്മ വേണം. അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഗുണമുണ്ട്, അതിന് അതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാണ്. നിങ്ങളെങ്കിലും വരും മേലിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ, ഇപ്പോൾ പോയാറു പോയി, അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നു, അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും മേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത്, ഇവിടെ ഇരിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം എൻ്റെ പ്രവർത്തകരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ പ്രസംഗിക്കാനൊന്നുമില്ല. സമരാഗ്നി ഇന്നിവിടെ അവസാനിക്കുകയാണ്. പക്ഷെ സമരാഗ്നിയിൽ ഒരു തീപ്പന്തം ഞങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ അതെയല്ലോ, നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സമരാഗ്നി വഴി സുധാകർജി എത്തിച്ച തീപ്പന്തം നിങ്ങൾ ഇത്ര വേഗത്തിൽ മറന്നു? ദേ ഇപ്പൊ ഒരു നോക്കേ. എന്നാൽ സുധാകർജിക്ക് എന്നും ഇതാണല്ലോ അവസ്ഥ. അന്ന് ഈ കരച്ചിൽ തന്നെ, ഇന്ന് ഈ കരച്ചിൽ തന്നെ. എന്നാ ഇതിനൊരു മാറ്റം വരിക? പാർട്ടി ഉണ്ടാക്കണം, തകർക്കണം, BJP തകർക്കണം. നിങ്ങൾ ആരെ കൊണ്ട് തകർക്കാന്? നിങ്ങൾ നടക്കാന്? പക്ഷേ നിങ്ങൾ നന്നാവൂല, എന്നെ നന്നാവൂല മാമ, എന്നെ നന്നാവൂല, എന്നെ അടിക്കണ്ട എന്ന് പറയുന്ന പോലത്തെ നിങ്ങളോട് ഇനി വാക്ക് പറഞ്ഞിട്ട് ശബ്ദം കളഞ്ഞിട്ട് കാര്യമില്ല. സലാം. എവിടെ എല്ലാവരും എഴുന്നേറ്റ് പോന്നു? ഈ നിങ്ങൾക്കൊരു 3 മണിക്കൂർ ഈ പാർട്ടിയുടെ ഒരു സീരിയസ് മീറ്റിങ്ങിനകത്ത് ഇരിക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ എന്ത് നേതാക്കന്മാരാണെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളുടെ പാർട്ടി നന്നാക്കാനാണോ അല്ല നന്ദിയാക്കാനാണോ? നിങ്ങൾ വലിയ ആളുകളെ പോലെ പൊതുയോഗത്തിൽ കയറി പ്രസംഗിക്കും, വേറുറ്റ പ്രസംഗം. ഒരു പാർട്ടിയുടെ നയപരമായ പരിപാടികൾ ചർച്ച ചെയ്യുമ്പോൾ ആ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോകുന്ന ആ കസേരയൊക്കെ എത്ര കസേര ഒഴിവാ. ഞങ്ങൾ എന്താ ഇവിടെ വേറെ എന്തെങ്കിലും പഠിക്കുമ്പോഴാ? ഞങ്ങളെ നമ്മുടെ പാർട്ടി പുറകെ വന്നതല്ലേ? നിങ്ങളല്ലേ ഈ പാർട്ടിയെ ഉണ്ടാക്കേണ്ടവർ. നിങ്ങൾക്കത് കേൾക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ വരുന്നത്? നിങ്ങൾക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഒരു മര്യാദ കാണിക്കണ്ടേ നമ്മളോട്? ഇവിടെ പുറത്തുനിന്ന് വന്നവരല്ലേ? എഴുന്നേറ്റൊക്കെ പോകും. നേരത്തെ ഉള്ളവരെ ഞാൻ പറഞ്ഞു, നിനക്ക് പറയാതെ ഇരുന്നു. ഇപ്പൊ വീണ്ടും എഴുന്നേറ്റ് പോയി ഉള്ള കസേരയെല്ലാം കാലിയായി. ഇനി ആരുടെ പ്രസംഗിക്കേണ്ട ബലം? പ്രസംഗിക്കണ്ട, നിർത്തിക്കളാം. പ്രതിഷേധിച്ചിട്ട് പരിപാടി മാറ്റിക്കളയാം. എന്താ അപമാനിക്കല്ല നമ്മളെ? അത് വർക്കിംഗ് പ്രസിഡന്റാ പ്രസംഗിക്കുന്നത്. നിങ്ങൾ കുത്തപ്പയ്യ പോവാണ്. മീറ്റിംഗിൽ പ്രസംഗിക്കും, പാർട്ടി ഉണ്ടാക്കണം, CPM തകർക്കണം, BJP തകർക്കണം. നിങ്ങൾ ആരെ കൊണ്ട് തകർക്കാന്? നിങ്ങൾ കൊണ്ട് നടക്കാന്? ഞാൻ കേട്ടെ, ഇവിടെ 1000 ആളുണ്ടായിരുന്നു രാവിലെ. നിങ്ങൾ 2 ബൂത്ത് നോക്കിയാൽ ആ ബൂത്ത് കമ്മിറ്റി ആവും. അവിടുത്തെ ബൂത്തിലെ വോട്ടർമാരെ പട്ടിക വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരു 2 ബൂത്ത് നോക്കാൻ നിങ്ങൾ ഒരാൾ മനസ്സ് കാണിച്ചാൽ സാധിക്കോ നിങ്ങൾക്ക്? എവിടെ സാധിക്കാൻ? 7 ചവിട്ടി കുറച്ചാൾ ചെയ്യായിരിക്കും. പക്ഷേ നിങ്ങൾ നന്നാവൂല, എന്നെ നന്നാവൂല മാമ, എന്നെ നന്നാവൂല, എന്നെ അടിക്കണ്ട എന്ന് പറയുന്ന പോലത്തെ നിങ്ങളോട് ഇനി വാക്ക് പറഞ്ഞിട്ട് ശബ്ദം കളഞ്ഞിട്ട് കാര്യമില്ല. സലാം.